ഇരവിപേരൂരിലെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ രാവിലെ കിട്ടുന്നൊരു വൈബുണ്ട്. വീടിൻ്റെ പടിയിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി ഇരിക്കുമ്പോൾ മരച്ചിലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാവിലെ തന്നെ ഒരു കുളി പാസ്സാക്കാൻ ആറ്റിലേക്ക് പോയി. കൂടെ പപ്പിച്ചനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു തോടാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നുണ്ട്. ഇത് മണിമലയാറാണ് കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഈ പുഴയെ ആശ്രയിച്ചിരുന്നു, ഉപജീവനത്തിനായും മറ്റുമൊക്കെ. ഗീതു നാറ്റിലേക്കൊന്ന് ചാടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ആഴമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുമാണ്. കുഴിക്കാലക്കടവെന്നാണ് ഈ കടവ് അറിയപ്പെടുന്നത്. ഇത് പുറമറ്റം പഞ്ചായത്തിലായിട്ടാണ് കേട്ടോ വരുന്നത്. നേരെ അക്കരെ കാണുന്നത് കല്ലുപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കല്ലുപ്പാറ പഞ്ചായത്ത്. നമ്മൾ താമസിക്കുന്നത് ഇരവിപേരൂർ പഞ്ചായത്ത്. അങ്ങനെ ആറ്റിൽ ചാടി ഒരു മുങ്ങിക്കുളി പാസ്സാക്കി കേട്ടോ. ഭയങ്കര സുഖമുണ്ടായിരുന്നു, നല്ല ഫ്രഷ് വെള്ളം. ചെറുപ്പത്തിലൊക്കെ ഇവിടെ കുളിക്കാൻ വരുമ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അന്നൊക്കെ നീന്തലും മുങ്ങാങ്കുഴിയിടലും അങ്ങനെ ഒരുപാട് കളികളും പരിപാടികളൊക്കെ ആയിട്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ റെഡിയായി ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണേ. ഇന്നൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടി. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന RJ ലിജോ മത്തായി ചേട്ടനുണ്ട്. അപ്പോൾ മത്തായി ചേട്ടൻ ഒരു കീബോർഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ കോട്ടയത്തിന് പോവാണ്. മത്തായി ചേട്ടൻ്റെ വീട്ടിലെത്തി. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എന്തോ ധൃതിയിൽ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ചേട്ടൻ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു. ഞങ്ങളങ്ങനെ പോകാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഗിരീഷിനൊരു കിടിലൻ ഗിഫ്റ്റ്, ഒരു അമേരിക്കൻ. താങ്ക് യു വെരി മച്ച്. അത് കൊള്ളാം. ചെന്നൈയിലെ പുള്ളിക്കാരത്തില്ലടാ. മത്തായി ചേട്ടൻ അത്യാവശ്യം ഇവൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മ്യൂസിക് കീബോർഡ് കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് പുള്ളിക്കാരനോട് താല്പര്യം. ഞങ്ങളങ്ങനെ കോട്ടയത്തെ ശ്രുതി മ്യൂസിക്സിലെത്തി. ഒരുപാട് ഇൻസ്ട്രുമെൻസും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്കുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളങ്ങനെ അൺബോക്സിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. റോളണ്ടിൻ്റെ EX30 എന്ന് പറയുന്ന മോഡലുള്ള കീബോർഡാണ് ചേട്ടൻ വാങ്ങിയത്. USB കണക്ട് ചെയ്താൽ അത്യാവശ്യം MP3 ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഈ കീബോർഡ്. സംഗതി കാണാനൊക്കെ ലുക്കാണ്. നമ്മളൊരു സ്റ്റേജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനൊരു എടുപ്പൊക്കെ ഉണ്ട്. MP3 എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പുള്ളി പറഞ്ഞു തരിക കേട്ടോ. പെൻ ഡ്രൈവിനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഷിഫ്റ്റിംഗ് ഒക്കെ USB-യിലോട്ട് കൊടുക്കുമ്പോൾ ഇതിലൊരു ആരോ അത് ഇവിടെ കാണിക്കും. അത് കഴിഞ്ഞ് ഒന്നൊരു ഷിഫ്റ്റിംഗ് ആക്കിക്കൊണ്ട് പ്ലേ ഞെക്കുക. അത് കഴിഞ്ഞ് ഷിഫ്റ്റിംഗ് ആക്കി USB-യിലോട്ട് കൊടുക്കുക. USB ഒന്നുള്ള കൊടുക്കുമ്പോഴത്തേനും ആ ആരോ ഡയറക്റ്റ് പിന്നെ അത് MP3 സ്റ്റൈലാണ് ഏതാ ഉള്ളത് ആ ഫയലിലോട്ട് ഡയറക്റ്റിംഗ് വരും, ആരോയിലോട്ട് വരും. എന്നിട്ട് ഈ MP3 ആകുമ്പോൾ പിന്നെ അതിൻ്റെ പ്ലേയും നെക്സ്റ്റ് ഇതും എല്ലാം വരുന്നത് ഈ 3 ബട്ടണിൽ. ഇന്ന് പ്ലേയും പോസും നെക്സ്റ്റ് എക്സസ് അങ്ങനെ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. കൊള്ളാം, അടിപൊളി. അങ്ങനെ ലിജോ ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ കീബോർഡ് വാങ്ങുക എന്നുള്ളത്. ആള് ഹാപ്പി. തിരികെ ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ തോർന്നതിന് ശേഷം മെല്ലെ വീട്ടിലേക്ക് വിട്ടു. അടുത്ത സ്റ്റോറി ഇനി എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ ഞാനും.